ഇത് തൻ്റെ ന്യായപീഠത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരുന്നുകൊണ്ട് അച്ഛൻ്റെ ജീവിതത്തെ തൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പോരായ്മകളും, കുറ്റകൃത്യങ്ങളും പാപമേഖലകളും അനാവൃതങ്ങളാവുകയാണ്. അച്ഛൻ്റെ കുംഭസാരത്തിൽ ഏറ്റു പറയാത്ത, അനുതപിക്കാത്ത, ക്ഷമിക്കപ്പെടാത്ത എല്ലാ പാപമേഖലകളും ഈശോ ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാം സമ്മതിച്ചുകൊണ്ട് അച്ഛൻ യെസ് ലോർഡ്, അതേ കർത്താവേ, അതേ കർത്താവേ എന്ന് മറുപടി പറയുകയാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഫാദർ സ്റ്റീവൻ ഷെയറിന് ധാരാളം ന്യായീകരണങ്ങളുണ്ടായിരുന്നു. ഇനിയും സമയമുണ്ടല്ലോ, തിരുത്താനേറെ സമയമുണ്ടല്ലോ, ഇനിയും വൈദിക ജീവിതം ഇനിയും കിടക്കുകയല്ലേ, അപ്രകാരമുള്ള ചിന്തയിലായിരുന്നു ഫാദർ സ്റ്റീവൻ ഷെയർ ഈ ജീവിതം നയിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആത്മാവ് എത്രയും നിസ്സഹായനായി ഈശോയുടെ മുമ്പിൽ നിൽക്കുകയാണ്.